ഹലോ വെൽക്കം ടു മാസ്റ്റർ ലിറ്ററേച്ചർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാറ്റിൽ ഓഫ് മാൾഡൻ. സോ ഈ വീഡിയോ കണ്ട് ഈ ഒരു ടോപ്പിക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ദാറ്റ്സ് ഇറ്റ്, നമുക്ക് നോക്കാം. സോ ബാറ്റിൽ ഓഫ് മാൾഡൻ ഇതൊരു ഓൾഡ് ഇംഗ്ലീഷ് പോയമാണ്. ഇത് എക്സാക്റ്റ് ആയിട്ട് എഴുതിയത് എപ്പോഴാണെന്ന് അറിയില്ല. ഓക്കെ, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, 1991 ഇംഗ്ലണ്ടിൽ നടന്നിട്ടുള്ള ഒരു റിയൽ ബാറ്റിലാണ് ഈ ഒരു ബാറ്റിൽ ഓഫ് മാൾഡൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് വാസ് റിട്ടൺ അനോണിമസ്ലി. ഓക്കെ, സോ ആഫ്റ്റർ ബാറ്റിൽ ഓഫ് മാൾഡന് ശേഷം ആണ് ഇംഗ്ലണ്ടിലേക്ക്, ആംഗ്ലോ സെക്സൺ ലാൻഡിലേക്ക് വൈക്കിങ്സ് അഥവാ ഡെയിൻസ് എത്തിയത്. സോ അവരെ തടയാൻ വേണ്ടിയിട്ടാണ് ആംഗ്ലോ സെക്സൺകാർ നടത്തിയ യുദ്ധമാണ് ശരിക്കും ഈ ബാറ്റിൽ ഓഫ് മാൾഡൻ. പക്ഷേ ഈ ഒരു യുദ്ധത്തിൽ ആംഗ്ലോ സെക്സൺ ആർമീസ് തോൽക്കുകയും വൈക്കിങ്സ് ജയിക്കുകയാണ് ചെയ്തത്. ഓക്കെ, സോ ഇതിൽ ആംഗ്ലോ സെക്സൺ യുദ്ധത്തിൽ പങ്കെടുത്ത സോൾജേഴ്സിൻ്റെ ധൈര്യത്തെ പുകഴ്ത്തിക്കൊണ്ടാണ് ഈ ഒരു കവിത, ഈ ഒരു പോയമാണ് ബാറ്റിൽ ഓഫ് മാൾഡൻ. സോ ഒറിജിനലി ഈ ഒരു കവിത എത്ര ലൈൻസ് ഉണ്ടെന്നോ എപ്പോഴാണ് എഴുതിയതെന്നോ അറിയില്ല. ആൻഡ് ഇപ്പോൾ അതിൻ്റെ 325 ലൈൻസ് മാത്രമേ നമ്മൾക്ക് കിട്ടുന്നുള്ളൂ. ബാക്കിയൊക്കെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ വന്നൊരു തീപിടുത്തത്തിൽ കത്തി നശിച്ചു പോവുകയാണ് ചെയ്തത്. സോ ബിഗിനിങ് ആൻഡ് എൻഡിങ് ഓഫ് ദ പോയം ആർ ലോസ്റ്റ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ ഈ ബാറ്റിൽ നടക്കുന്നത് 1991 ഓഗസ്റ്റിലാണ്. ആൻഡ് എക്സസ് എന്ന രാജ്യത്ത് മാൾഡൻ എന്ന സ്ഥലത്താണ് ഈ ബാറ്റിൽ നടക്കുന്നുള്ളത്. സോ എക്സസിൻ്റെ ആ ഒരു സ്ഥലത്ത് എൽഡർമെൻ, ഓക്കെ, എൽഡർമെൻ ആരാണ്? ബ്രിറ്റ്നോത്തും അയാളുടെ ആർമിയും മാൾഡനിൽ വെച്ചിട്ട് വൈക്കിങ്സിൻ്റെ റൈഡിനെ തടയാൻ നിൽക്കുന്നതാണ് ശരിക്കും ഈ ഒരു ബാറ്റിൽ. സോ ഈ ഒരു വൈക്കിങ്സിലത്തെ ആൾക്കാരും കെൻറ്റിനെയും സഫോക്കും ഈ രണ്ട് സ്ഥലങ്ങളിലും ഓൾറെഡി കൊള്ളയടിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഡെയിൻസിനെയാണ് ഇവർ നേരിടുന്നുള്ളത്. ഓക്കെ, സോ ദെൻ ഈ ഒരു റിവർ ബ്ലാക്ക് വാട്ടറിന് ഈ ഒരു പോയത്തിൽ പാൻറ്റ എന്നാണ് പറയുന്നത്. സോ പാൻറ്റ റിവർ ആ ടൈമിൽ ലോ ടൈഡിൽ നിൽക്കുകയാണ്. ആ ടൈമിൽ ഇവിടെ, അതായത് കടലും ഈ റിവറിൻ്റെ മൗത്തും സദേൺ മെയിൻ ലാൻഡ് ഓഫ് ഇംഗ്ലണ്ടിൻ്റെയും ഇടയിൽ ഒരു കോസ് വേ വന്നു. സോ അതായത് ഒരു കുഞ്ഞു വഴി പോലെ, അതുവഴി ഇംഗ്ലണ്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വൈക്കിങ്സ് അഥവാ ഡെയിൻസ് നിൽക്കുന്നുള്ളത്. സോ നമുക്ക് ഈ ഒരു പോയമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്കറിയാൻ പറ്റും, ഈ നോർത്തേൺ ഐലൻഡിലാണ് ഡെയിൻസ് ഉള്ളത് ആൻഡ് സദേൺ മെയിൻ ലാൻഡിലാണ് ബ്രിറ്റ്നോത്തിൻ്റെ ആർമീസും ഉള്ളത്. സോ ഈ ഒരു കോസ്വേനെ കൺട്രോൾ ചെയ്യുന്നുള്ളത് ബ്രിറ്റ്നോത്തിൻ്റെ ആർമീസാണ്. സോ ഏതൊരാളും ആ ഒരു വഴിയിലൂടെ വന്നാലും അവർ ഷൂട്ട് ചെയ്യാണ് ചെയ്യുന്നുള്ളത്. സോ നമുക്ക് ഓൾറെഡി ഈ ഒരു തുടക്കത്തിൽ തന്നെ നമുക്കറിയാൻ പറ്റും, ഈ ഒരു ബാറ്റിൽ ഇംഗ്ലീഷ് ആർമി തോൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു തോൽവിയെ ഒരു പോയറ്റ് എങ്ങനെയാണ് കാണിക്കുന്നുള്ളത്? ആ ഒരു സോൾജേഴ്സിൻ്റെ ബ്രേവറിനൊക്കെ പുകഴ്ത്തിക്കൊണ്ടാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. ഈ ഒരു പോയം എന്ന് പറയുന്നത് ബ്രിറ്റ്നോത്തിൻ്റെ ആർമീസിൻ്റെ ധൈര്യം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പോയമാണ്. സോ ഈ ഒരു ബാറ്റിൽ ഓഫ് മാൾഡൻ നടക്കുന്ന സമയത്ത് അവിടെ ഒരു റിട്ടേൺ റൂളൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഇന്ന കാര്യം ഫോളോ ചെയ്യണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. മീൻസ് ഇപ്പോൾ അവരുടെ ലീഡർ അവിടെ കിടന്ന് മരിക്കുന്നുണ്ടെങ്കിലും കൂടെ യുദ്ധം ചെയ്യുന്ന സോൾജേഴ്സ് മരിക്കണം എന്നുള്ള അൺറിട്ടേൺ റൂൾസ് ആരും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ ആ ടൈമിൽ പോലും ബ്രിറ്റ്നോത്തിനോടുള്ള ആ ഒരു ആദരവിൻ്റെ അയാളോടുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കാരണം ഒരുപാട് സോൾജേഴ്സും പിന്നെയും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സോ അതേ വർഷത്തിൽ 1991 ആംഗ്ലോ സെക്സൺ ക്രോണിക്കൽ എഴുതിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ബാറ്റിൽ ഓഫ് മാൾഡൻ നടന്നെന്നും, അതായത് ബാറ്റിൽ ഓഫ് മാൾഡനിൽ എൽഡർ മെൻ ഓഫ് എക്സസ് ആയിട്ടുള്ള ബ്രിറ്റ്നോത്ത് മരിക്കുന്നുണ്ടെന്നും, ആൻഡ് അതേ സെയിം ഇയറിൽ തന്നെ ഡാനിഷിൻ്റെ ആൾക്കാർ ഡാനിഷിൻ്റെ ആൾക്കാർക്ക് ടാക്സ് പേ ചെയ്യാൻ തുടങ്ങി. അതായത് ഇംഗ്ലീഷുകാർ പേ ചെയ്യാൻ തുടങ്ങിയെന്നും, സ്റ്റാർട്ടിങ്ങിൽ 10,000 ആയിരുന്നു പേ ചെയ്യുന്നുണ്ടായിരുന്നൊക്കെ ആ ഒരു ആംഗ്ലോ സെക്സൺ ക്രോണിക്കലിൽ എഴുതിയിട്ടുണ്ട്. സോ ഈ ഒരു ഡിസിഷന് ആർക്ക് ബിഷപ്പ് സെർജിക് ആയിരുന്നു ഈ ഒരു ഡിസിഷനൊക്കെ ഫൈനലിസ്റ്റ് ചെയ്തതെന്നൊക്കെ ആംഗ്ലോ സെക്സൺ ക്രോണിക്കൽ നമുക്ക് കാണാൻ പറ്റും.
സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സെൽഫ് കോൺട്രഡിക്റ്ററി ആണ്. ബിക്കോസ് കാരണം പോയത്തിൽ പറയുന്നുണ്ട്, ബ്രിത്നോത്തിനോട് ഡാനിഷ് ആർമിയിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കൊള്ള അടിക്കണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ട്രിബ്യൂട്ട് മണി പേ ചെയ്തെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. സോ അത് നമ്മൾ ബ്രിത്നോത്ത് റിഫ്യൂസ് ചെയ്യാണ് ചെയ്തത്. പക്ഷെ ആരോടാണോ ബ്രിത്നോത്ത് ലോയലായിരുന്നത്, ആരോടാണ്? കിങ് എഥൽറെഡിനോടാണ്. ബട്ട് ഈ ഒരു കിങ് എഥൽറെഡിന് ഈ ഒരു ബ്രിത്നോത്തിൻ്റെ അത്ര ധൈര്യം പോലും ഇല്ല എന്നാണ് ഈ ഒരു പോയറ്റ് ഇവിടെ പറയുന്നുള്ളത്. സോ ദെൻ ദ പോയം ഓൾസോ ഷോസ് ദ ഇംഗ്ലീഷ് റിയാക്ഷൻ ടു ഡെയിൻസ്. സോ ഇംഗ്ലീഷുകാർക്ക് ഡെയിൻസിനോടുണ്ടായ മിക്സ്ഡ് റിയാക്ഷൻസിനെ കുറിച്ചിട്ടാണ് പിന്നെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു പോയത്തിൽ നമ്മുടെ ബ്രിത്നോത്ത് മരിക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു യുദ്ധഭൂമിയിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്ന 3 പേരുണ്ട്. ദേ ആർ കോൾഡ് ദ കവാഡ്ലി സൺസ്. ഈ ഒരു പോയത്തിൽ ദേ ആർ കോൾഡ് ദ കവാഡ്ലി സൺസ്. ആരൊക്കെയാണ്? വൺ ഈസ് ഗോഡ്രിക്, ഗോഡ്വൈൻ, ഗോഡ്വിക്. ഗോഡ്വൈൻ ആൻഡ് ഗോഡ്വിക്. സോ ഇവർ എന്താണ്? ദേ ഹാവ് ആംഗ്ലോ സെക്സൻ നെയിം. ഇവർക്ക് ആംഗ്ലോ സെക്സൻ നെയിം ഉണ്ട്. ബട്ട് അവരുടെ ഫാദർ ആരാണ്? ഡാനിഷ് ആണ്. സോ ഇവിടെ പറയുന്നുള്ളത് അവരുടെ ബാഡ് ബ്ലഡ് കാരണമാണ് അവർ ആ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ആ ഒരു റീസൺ എന്നാണ് പറയുന്നത്. അതേസമയം ഈ ഒരു പോയറ്റ് വേറെയും ആംഗ്ലോ ഡെയിൻസിൻ്റെ ആൾക്കാരെയും കാണിക്കുന്നുണ്ട്. അവരെങ്ങനെയാണ്? വളരെ ലോയലായിട്ടുള്ള ആൾക്കാരാണ്. ഫോർ എക്സാമ്പിൾ മാക്കേഴ്സ് ആൻഡ് വിറ്റ്സൺ. സോ ഇവരൊക്കെ ധനിഷ് ആയിട്ടുള്ള ആളുകളുടെ മക്കളാണ്. ബട്ട് അവരൊക്കെ ഇംഗ്ലീഷ് ലാൻഡിനോട് ലോയലായിട്ട് നിന്ന് എന്നുള്ളതാണ് പറയുന്നുള്ളത്. സോ പോയറ്റിൻ്റെ ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഡെയിൻസ് ആണ് ഇവിടെ നമുക്ക് കാണുന്നുള്ളത്. സോ ദെൻ ഈ ഒരു ബാറ്റിൽ ഓഫ് മാൾഡൻ എന്ന പോയത്തിൽ എന്താണ് കാണുന്നത്? സോ ഈ ഒരു ആംഗ്ലോ സെക്സൻ യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാ സോൾജേഴ്സിൻ്റെ നെയിംസും അതുപോലെ തന്നെ അവർ വീഴുന്നതിന് മുമ്പുള്ള കറേജസ് ആയിട്ടുള്ള കുറേ സ്പീച്ചസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോയമിൽ. സോ അതേ സമയത്ത് ഇതിന് കോൺട്രാക്ട്സ് ആയിട്ട് ഡെയിൻസിനെ എങ്ങനെയാണ് പോയറ്റ്സ് സൂചിപ്പിച്ചിട്ടുള്ളത്? സോ ഡെയിൻസിന് ഒരു ഇൻഡിവിജ്വാലിറ്റി ഇല്ല, അവർക്കൊരു കളക്ടിവിറ്റി ഇല്ല എന്നൊക്കെയാണ് പോയറ്റ് ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ ദെൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളത് 2 ഗ്രൂപ്പ്സിൻ്റെയും വാറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് പറയുന്നുള്ളത്. സോ ഫസ്റ്റ്ലി ഈ ഒരു ബ്രിത്നോത്ത് ആൻഡ് ആർമീസിൻ്റെ നോക്കാം. സോ അവർ ഷീൽഡ് വാൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്ട്രാറ്റജിയാണ് ആംഗ്ലോ സെക്സൻകാർ ഫോളോ ചെയ്യുന്നുള്ളത്. സോ അപ്പോൾ അവർ വി ഷേപ്പ് ഫോർമേഷനൊക്കെ നടത്തും. അങ്ങനെയൊക്കെയാണ് അവർ വാറിന് വേണ്ടിയിട്ട് ചെയ്യുന്നുള്ളത്. സോ അവർ കുതിരപ്പട യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു കുതിരപ്പട എന്തിനാണ് യൂസ് ചെയ്യുന്നുള്ളത്? ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നിനും വേണ്ടിയിട്ടില്ല. ഓൺലി ഫോർ ദ മൊബിലിറ്റി പർപ്പസ്. സോ അതേസമയം ഡെയിൻസ് എങ്ങനെയാണ്? ഡെയിൻസ് വെയർ ഹെവിലി ആംഡ്. അവരുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? ആരോസ്, സ്പിയേഴ്സ്, ആക്സസ്, ചെയിൻ മെയിൽസ്. അപ്പം കുതിരപ്പടയും അവർക്കുണ്ട്. സോ ഇതാണ് 2 ഗ്രൂപ്പ്സിൻ്റെ ആൾക്കാരും വാറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. സോ ലാസ്റ്റ്ലി ബ്രിത്നോത്ത് ബാറ്റിൽ വീണതിന് ശേഷം ബ്രിത്നോത്തിൻ്റെ ഹോസ് അവിടെ ഉണ്ടായിരുന്നു. ബ്രിത്നോത്തിൻ്റെ ഹോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഹോസിന് ആ ഒരു വാർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബ്രിത്നോത്ത് ഇൻസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോസിനൊക്കെ അയച്ചു വിടാൻ. സോ അപ്പോൾ അവിടെ ബ്രിത്നോത്തിൻ്റെ ഹോസ് മാത്രമേ ഉണ്ടായിരുന്നു. സോ ആ ഒരു ഹോസ് എടുത്തിട്ടാണ് ഗോഡ്രിക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. സോ അതുകൊണ്ടാണ് അവരെ കവാഡ്ലി സൺസ് എന്നൊക്കെ പറയുന്നുള്ളത്. സോ ഇത് കണ്ട ബാക്കിയുള്ള ആർമീസ് കുതിര ഓടുന്നത് കണ്ടിട്ട് അവർ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. അവരെന്താണ് വിചാരിച്ചത്? ലീഡർ അവരെ ഉപേക്ഷിക്കുകയാണെന്നാണ് അവർ വിചാരിച്ചത്. സോ അത് കണ്ട് പേടിച്ചിട്ടാണ് ഈ ഒരു ബ്രിത്നോത്തിൻ്റെ സോൾജേഴ്സും ഈ ഒരു യുദ്ധം വിട്ടിട്ട് ഓടുന്നത്. സോ അങ്ങനെയാണ് ഈ ഒരു ബാറ്റിൽ ഓഫ് മാൾഡനിൽ അവർ തോൽക്കുന്നുള്ളത്. സോ ഇതാണ് ഈ ഒരു ബാറ്റിൽ ഓഫ് മാൾഡൻ്റെ ഒരു ഓവർവ്യൂ. സോ ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.